ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്വീറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ബർഫിയുടെ റെസിപ്പിയാണ്. നമ്മൾ ഈ ബർഫി ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. ബ്രെഡ് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണല്ലോ. അപ്പോൾ ഈ ബ്രെഡിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള 2-3 ചേരുവകളാണ് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വൈറ്റ് ബ്രെഡാണ്. ഇതിനായിട്ട് നമുക്ക് ബ്രൗൺ ബ്രെഡാണ് കയ്യിലുള്ളത് വെച്ചാൽ അതായാലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇത് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം. പക്ഷേ ഇത് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുകയാണ്. ജാറിൽ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ബ്രെഡ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനായിട്ട് 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മൊത്തത്തിൽ വേണ്ടത് 2 കപ്പ് ബ്രെഡ് ക്രംസ് ആണ്. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ബ്രെഡ് ക്രംസിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ 2 കപ്പിന് എത്ര ബ്രെഡ് സ്ലൈസസ് വേണ്ടി വരും എന്നുള്ളത് നോക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ബ്രെഡ് ക്രംസ് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിലാണ് നമ്മളിത് സോക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 കപ്പ് പാലാണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ബ്രെഡ് നന്നായിട്ടൊന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഈ സ്വീറ്റിൽ നമ്മൾ ബ്രെഡിൻ്റെ കൂട്ടത്തിൽ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ നാളികേരം കൂടി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നാളികേരം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള നാളികേരമാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം. ഈ ഫ്രഷ് കോക്കനട്ടിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഇതിനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ നാളികേരം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ നാളികേരത്തിൻ്റെ കളറൊന്നും മാറാൻ പാടില്ല. ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയിട്ട് നാളികേരം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം എന്നേ ഉള്ളൂ. അതുവരെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള നാളികേരം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നാളികേരത്തിൻ്റെ ബ്രൗൺ കളറുള്ള ഭാഗം അതിൽ പെടാൻ പാടില്ല. അതില്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിരകി എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നാളികേരത്തിൻ്റെ ബ്രൗൺ പാർട്ടും അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് നാളികേരത്തിൻ്റെ കഷ്ണങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ ബാക്കിലുള്ള ബ്രൗൺ കളറിലുള്ള ഭാഗം ചെത്തി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നാളികേരം മുറിയിൽ നിന്ന് നാളികേരം പെട്ടെന്ന് തന്നെ ഇളക്കി കിട്ടാൻ വേണ്ടിയിട്ട് നാളികേരത്തിൻ്റെ മുറി കുറച്ച് നേരം നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും അറിയുന്നതാവും. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാളികേരം നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡും പാലും കൂടിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ സ്വീറ്റിന് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് 3/4 കപ്പോളം പഞ്ചസാരയാണ്. അതായത് 1/2 കപ്പിൻ്റെയും 3/4 കപ്പിൻ്റെയും ഇടയിൽ വരുന്ന പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വരുമ്പോൾ ഇത് കുറച്ചും കൂടി ലൂസായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ തന്നെ ഇളക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യം വരുന്ന സമയത്ത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ഇളക്കിയെടുക്കുമ്പോഴാണ് പാനിൽ നിന്ന് ഇത് പെട്ടെന്ന് തന്നെ ഇളകി വരുള്ളൂ. ഇത് കുറച്ച് സമയം നമ്മളിങ്ങനെ ഇളക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിയെടുത്താൽ മതി. കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് പാനിൽ നിന്ന് വിട്ട് വരാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടാകും. അതുവരെ വേണം നമ്മളിത് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഇതൊന്ന് ഡ്രൈ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ബദാം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഈ ബദാമിന് പകരമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഈ സ്വീറ്റ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം. ഇവിടെ മോന് ഇങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ഭാഗം ഞാൻ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു പകുതി പോർഷനാണ് ഡ്രൈ ആക്കി എടുക്കുന്നുള്ളൂ.
ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് പാനിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്തിട്ടുള്ള നെയ്യൊക്കെ ഈ സമയത്ത് പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങുകയും ചെയ്യും. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിത് ബർഫിയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നെയ്യ് തടവിയിട്ടുള്ള പ്ലേറ്റിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്കോ മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നെയ്യ് പുരട്ടിയിട്ടുള്ള ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലൊരു സ്പാറ്റിലോ എടുക്കാം. അതിനുശേഷം കുറച്ച് നട്ട്സ് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അത് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ്. എന്നിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് 1 മണിക്കൂറിനുള്ളിൽ നന്നായിട്ട് തണുത്ത് കിട്ടും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തണുപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാറിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താലും മതി. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബർഫിയാണിത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബ്രെഡുള്ള സമയത്ത് നമുക്കത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായം അറിയിക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്